സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിദിന ചിന്തയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. മത്തായി 6:9 യേശു ശിഷ്യന്മാർ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചപ്പോൾ പ്രാർത്ഥന ആരംഭിക്കാൻ ഈ വാക്കുകളാണ് തിരഞ്ഞെടുത്തത്. ഞങ്ങളുടെ പിതാവേ. മത്തായി 6:9. അത് യാദൃശ്യമാണോ? അല്ല. യേശുവിൻ്റെ വാക്കുകൾ ഒരിക്കലും യാദൃശ്യമായിരുന്നില്ല. നമുക്കെല്ലാവർക്കും നമ്മുടെ ഭൗമിക പിതാക്കന്മാരായി വ്യത്യസ്ത ബന്ധങ്ങളാണുള്ളത്. ചില നല്ലതായിരിക്കും, ചിലത് അത്ര നല്ലതായിരിക്കില്ല. എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പിതാവേ അല്ലെങ്കിൽ നിങ്ങളുടെ പിതാവേ എന്നല്ല, മറിച്ച് ഞങ്ങളുടെ പിതാവേ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. നമ്മെ കാണുവാനും നമ്മെ കേൾക്കുന്നവനും നമ്മൾ അവനോട് യാചിക്കും മുമ്പേ നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിയുന്നവനും ഭാഗ്യവെട്ട് ആയത് നമ്മുടെ പിതാവും. എന്തൊരു അത്ഭുതകരമായ ഉറപ്പ്! പ്രത്യേകിച്ച് നമ്മൾ വിസ്മരിക്കപ്പെടാതെയോ ഒറ്റപ്പെടുകയോ ഉപേക്ഷപ്പെടുകയോ അല്ലെങ്കിൽ അത്ര വിലപ്പെട്ടതല്ലെന്ന് തോന്നുന്ന അവസരങ്ങളിൽ ഓർക്കുക. നമ്മളെവിടെയാണെങ്കിലും രാത്രിയിലെ പകലോ ഏത് സമയത്താണ് സ്വർഗ്ഗസ്ഥനായ പിതാവ് എപ്പോഴും നമ്മുടെ സമയമുണ്ട്. കർത്താവിൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് പ്രാർത്ഥന ജീവിതത്തിൽ ഭാഗമാക്കുവാൻ നിങ്ങൾ കഴിയുമോ? ആ രണ്ട് വാക്കുകൾ ഞങ്ങളുടെ പിതാവേ. നിങ്ങൾ എന്ത് വികാരങ്ങളാണ് ഉളവാക്കുന്നത്? പ്രാർത്ഥിക്കാം. പിതാവേ, ഞാൻ എവിടെയായിരുന്നാലും ഞാൻ പ്രാർത്ഥിക്കുന്നതിന് അവിടുന്ന് കേൾക്കുമെന്ന വാഗ്ദത്തത്തിനായി നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം അനുഭവങ്ങൾ അതിൽ നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.